തൃശ്ശൂർ മാളയിൽ നടന്ന 6 വയസ്സുകാരൻ്റെ മരണം. ഈ ഒരു വിഷയത്തിൽ എനിക്കൊരു ചെറിയ ഇൻഫർമേഷൻ തരാനുണ്ട്. ആക്ച്വലി ഞാൻ ഇതുപോലുള്ള ഒരു ഇൻസിഡൻറ്റിന് ഗൾഫിലുണ്ടായിരുന്ന സമയത്ത് എനിക്കിങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൽ കൂടെ തന്നെ ആ കുട്ടിയെ കൗൺസിൽ ചെയ്യാനും അതിനോടനുബന്ധിച്ചിട്ട് ആ കുട്ടിയെ റിക്കവർ ചെയ്യാനും ഒക്കെ ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട ഒരു കൂട്ടുകാരിയുടെ മകനായിരുന്നു. അവർ 4 സഹോദരങ്ങളിൽ ഒരാളെയാണ് പയ്യൻ പിടിച്ചുകൊണ്ട് പോയി ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതൊരു പ്രത്യേകതരം മാനസികാവസ്ഥയാണ്. താൽക്കാലികമായ ഒരു രക്ഷ, അല്പം സുഖം അതിനു വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. കുട്ടികൾ എതിർത്താൽ അവർ നേരിടേണ്ടി വരുന്ന കടുത്ത പീഡനമായിരിക്കും. അടിക്കുക, അവരെ വായു കുത്തിപ്പിടിക്കുക, വല്ലാണ്ട് ഉപദ്രവിക്കുക എന്നുള്ളതാണ് പ്രശ്നം. അപ്പം അതുകൊണ്ട് തന്നെ കുട്ടികൾ ഇത് പുറത്തേക്ക് പറയത്തില്ല. ഇപ്പോൾ വെക്കേഷൻ ടൈമാണ്. കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടോടുകൂടി നോക്കുന്ന ഒരു അവസ്ഥയാണ്. കാരണം വീട്ടിനകത്തിട്ട് കഴിഞ്ഞാൽ കുരുത്തക്കേടാണ്. അപ്പോൾ അവർ പുറത്ത് പോയി കളിക്കട്ടെ എന്നൊക്കെ കരുതി നമ്മൾ കണ്ണുമടച്ച് വിട്ടുകൊടുക്കും. 6 വയസ്സുകാരനിൽ പോലും അവൻ അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ആ കുട്ടി പോലും സേഫ് അല്ല എന്നുള്ളതാണ് അതിൻ്റെ ശരിയായ ഇത്. അപ്പം കുറച്ച് ഭാഗങ്ങൾ വാർത്ത കാണാം. വിശദാംശങ്ങൾ എന്താണ് അശ്വിൻ പാലൻ? രജിത്ത്, ഇപ്പോൾ പ്രതിയുമായി പോലീസ് സംഘം എത്തിയപ്പോൾ തന്നെ നാട്ടുകാരുടെ വലിയ രീതിയിലുള്ള രോഷം, പ്രതിക്ക് നേരെ കയ്യേറ്റ ശ്രമം അടക്കം ഉണ്ടായിരിക്കുകയാണ്. ഇപ്പോൾ പ്രതിയെ നാട്ടുകാർ തന്നെ കയ്യേറ്റം ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. വലിയ പോലീസ് സംഘം ഉണ്ടായിരുന്നെങ്കിലും സുരക്ഷിതമായി പോലീസിന്റെ ഈ നാട്ടുകാരുടെ പ്രതിഷേധം ഒഴിവാക്കി പ്രതിയെ സ്ഥലത്തേക്ക് കൊണ്ടുവരാൻ പോലീസിന് കഴിയാത്തൊരു സാഹചര്യമുണ്ട്. 100 കണക്കിന് പോലീസാണ് പ്രതിക്ക് വലയം സൃഷ്ടിച്ചുള്ളത്. എങ്കിലും നാട്ടുകാരുടെ വലിയ രോഷമാണ് നമ്മളിപ്പോൾ കണ്ടത്. അവരെ കല്ലെടുത്തെറിയുന്ന, ഒപ്പം പ്രതിയെ മുഖത്തടിക്കാനൊക്കെ ശ്രമിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഇപ്പോൾ കണ്ടത്. ഈ പോലീസ് സന്നാഹത്തിന് തൊട്ടു പുറകെ തന്നെ നാട്ടുകാരുടെ വലിയ സംഘവും ഒപ്പം പുറകെ വരുന്നുണ്ട്. എന്തായാലും സ്വാഭാവികമായി ഉണ്ടാകുന്ന വലിയൊരു പ്രതിഷേധം ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രതിയെ കയ്യേറ്റം ചെയ്യാനുള്ള ഒരു ശ്രമമാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതിപ്പോഴും തുടരുകയാണ്. പോലീസിന് പൂർണ്ണമായും പ്രതിയെ അവരുടെ വലയത്തിനുള്ളിൽ സൂക്ഷിച്ചു വെക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാം. ഒരു ഭാവമാറ്റവും ഇല്ലാതെയാണ് പ്രതി ഈ ക്രൈം നടന്ന സ്ഥലത്തേക്ക് വരുന്നത്. അത് തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് ഈ സ്ഥലത്ത് നിന്ന് തന്നെ ഈ പ്രതിയുമായുള്ള മറ്റ് പ്രതിയെ പിടിച്ചുകൊണ്ട് പോലീസ് പോകുന്നത്. ഈ വീടിന് സമീപത്ത് രാവിലെ മുതൽ തന്നെ വലിയ പോലീസിന്റെ സന്നാഹവും നിലയുറപ്പിച്ചിരുന്നു. ഈ പ്രതിഷേധം പോലീസ് നേരത്തെ തന്നെ മുന്നിൽ കണ്ടതുമാണ്. അതുകൊണ്ട് തന്നെ 100 കണക്കിന് പോലീസിന്റെ സുരക്ഷ ആയിരുന്നെങ്കിൽ പോലും അത് മറികടന്നുകൊണ്ടുള്ള വലിയ പ്രതിഷേധം അണപൊട്ടി ഒഴുകുന്നതാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ ഈ ക്രൈം നടന്ന സ്ഥലത്തേക്ക് പോലീസ് സംഘം എത്തിയിട്ടുണ്ട്. അവിടെ ഇനിയിപ്പോൾ ഈ കാട്ടിലൂടെയാണ്, ഈ ആളൊഴിഞ്ഞ സ്ഥലത്തൂടെയാണ് ഇന്നലെ ഈ 6 വയസ്സുകാരനുമായി ജോജോ എത്തിയത്. ഇവിടെ നിന്ന് ആണ് ഈ ലൈംഗികമായി കുട്ടിയെ ഉപയോഗിക്കാനുള്ള ഒരു ശ്രമം ജോജോയുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഇതിനെ എതിർത്തതോടെ ഈ സമീപത്തുള്ള ഇപ്പോൾ പ്രതിയുമായി പോലീസ് സംഘം എത്തി നിൽക്കുന്ന ഈ സ്ഥലത്തെ കുളത്തിലേക്ക് കുട്ടിയെ ചവിട്ടിയിട്ട ശേഷം അവിടെ കഴുത്ത് ചവിട്ടി കുട്ടിയെ ഈ സമീപത്തുള്ള കുളത്തിലേക്ക് ഏറെ നേരം ഇട്ട ശേഷം കൊലപ്പെടുത്തുകയായിരുന്നു. ആ സ്ഥലത്ത് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. എങ്ങനെയാണ് ഈ കൊലപാതകം നടത്തിയത് എന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പ്രതിയോട് ചോദിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. പിടിച്ചു അവൻ മോച്ചാ ദേഷ്യം കയറിയപ്പോ ഞാൻ നേരെ തട്ടിട്ടോ. എന്നിട്ട് കയറി വന്നു. വീണ്ടും കയറി വന്നു. പിന്നെയും തട്ടിയിട്ടു. പിന്നെയും കയറി വന്നു. പിന്നെയും തട്ടിയിട്ടു. ഞാൻ പോയി. അവനെന്താ ചെയ്തത്? അവനവിടെ കിടന്ന് അവൻ താന്നുപോയാ? അപ്പൊ നീ എന്ത് ചെയ്തു? താന്നുപോയിപ്പോ ഞാൻ കണ്ടു പോയി. അപ്പൊ അവന് കൊല്ലാൻ വേണ്ടി തന്നെ 3 പ്രാവശ്യത്തെ ഉന്തിട്ടതല്ലേ? കുട്ടി അത് ഈ പീഡിപ്പിക്കാനുള്ള ശ്രമം നടന്നു. ആ ശ്രമം നടക്കുന്നതിനിടെ ഈ കുട്ടി 2 തവണ ആ ശ്രമത്തിൽ നിന്നും കുതറി മാറി. അത് പിന്നെ അലറി വിളിക്കാൻ തുടങ്ങി. അതിനിടെയാണ് ഇതിൽ നിന്നും ഈ കുട്ടി പ്രശ്നമുണ്ടാക്കിയതോടെ, അലറി വിളിച്ച ആളുകളെ കൂട്ടാൻ ശ്രമിച്ചതോടെ ഈ കുളത്തിലേക്ക് തള്ളിയിടുകയും കഴുത്തിൽ ചവിട്ടി താഴേക്ക് ചെളി നിറഞ്ഞ കുളത്തിലിട്ട് കൊലപ്പെടുത്താനുള്ള ശ്രമം നടത്തി. ആദ്യ ചവിട്ടി കൊല്ലപ്പെട്ടുവെന്ന് ഉറപ്പിച്ചു. പക്ഷേ കുട്ടി വീണ്ടും ഉയർന്നു വന്നു. ആ സമയം വീണ്ടും കാലുകൊണ്ട് തന്നെ ചവിട്ടി കുളത്തിന് അടിയിലേക്ക് ഇട്ട് മരിച്ചുവെന്ന് ഉറപ്പാക്കിയ ശേഷമാണ് ഇവിടെ നിന്ന് പോയത് എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും സത്യത്തിൽ ഇവനെ തല്ലി കൊല്ലിയാണ് വേണ്ടത്.
തല്ലി കൊല്ലുകയാണ് വേണ്ടത്. ഒരു ദാക്ഷിണ്യവും ഇല്ലാണ്ട് അടിച്ച് കൊല്ലുകയാണ് വേണ്ടത്. ഒന്ന് ഓർത്ത് നോക്ക്, അത് ക്രൗഡഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണെന്ന് പറയുന്നുണ്ട്. അക്കൂടെ തന്നെ ഇവൻ ഒത്തിരി കേസുകളിൽ പ്രതിയായ ഒരു വ്യക്തിയാണെന്ന് പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരുത്തൻ്റെ ഒപ്പം ആ കുട്ടിയെ കളിക്കാൻ വിട്ടത് തന്നെ തെറ്റാണ്. അപ്പം കളിക്കാൻ വിട്ടതെന്നല്ല, അവൻ എന്തോ മീൻ പിടിക്കാനോ മറ്റോ ഒക്കെ പോകുമായിരുന്നു, അപ്പോൾ കൂടെ പോകുമായിരുന്നു എന്നുള്ളതൊക്കെയാണ് പറയുന്നത്. വളരെ ലൈറ്റായിട്ട് എടുത്തിട്ടുണ്ട്. കുട്ടിയുടെ കെയർ തീർത്തും പരിതാപകരമായ രീതിയിലാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. പിതാവ് ഗൾഫിലാന്ന് പറയുന്നു. അപ്പോൾ ആ മാതാവ് മാത്രമേ നാട്ടിലുള്ളൂ. ഇപ്പോൾ പിതാവ് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് പിതാവിനെയും കൂടെ കെയർ ചെയ്യണമെന്നൊക്കെ പറയാം. അങ്ങനെയൊന്നും അല്ലാത്തടത്ത് പിന്നെ എങ്ങനെ ഇത് സംഭവിച്ചു എന്നുള്ളതാണ്. പാവ ആ കുട്ടി എത്ര വേദന അനുഭവിച്ചിട്ടുണ്ടാകും. അവൻ പറ്റത്തില്ല എന്ന് പറഞ്ഞതിൻ്റെ ഒറ്റ കാരണം കൊണ്ടാണ്. ഓടിപ്പോകുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും വളരെ സന്തോഷത്തോടു കൂടിയാണ് അവൻ്റെ കൂടെ ഓടിപ്പോകുന്നത്. കളിക്കാൻ പോയതായിരിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളെ വളരെ സെക്യൂറാക്കി നോക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. ആണ് പെണ്ണ് വ്യത്യാസമില്ലാതെ കുട്ടികൾ ആക്രമിക്കപ്പെടുന്ന ഒരു രീതിയുണ്ട്. അത് വേർഡ് കൗണ്ടിങ് ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കൂടുതലും ഭീകരവുമാണ്. കുഞ്ഞുങ്ങൾക്ക് തിരിച്ചു പറയാനുള്ള ഒരു ബോധമില്ല, അതാണ് അവർ യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ കുടുംബാംഗങ്ങളിൽ നിന്നും വരാറുണ്ട് അത്തരത്തിലുള്ള മിസ്റ്റേക്കുകൾ. അപ്പോൾ അത് മിസ്റ്റേക്ക് എന്നല്ല പറയുക, അതൊരു തരം ആക്രമണം തന്നെയാണ്. ശ്രദ്ധിക്കേണ്ടത് അമ്മമാരുടെ ഉത്തരവാദിത്തമാണ്. ഞാൻ പലപ്പോഴും പറയുന്നത് പോലെ റിപ്പീറ്റ് ചെയ്ത് ഇവിടെ പറയുന്നു, നമ്മൾ ഒരു കുഞ്ഞിനെ ജന്മം കൊടുക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ആൻ ഈസി ടാസ്ക്. തീർച്ചയായിട്ടും ആ കുട്ടി വളർന്നൊരു പരുവമാകുന്നതോടെ സെൽഫ് കെയർ എടുക്കുന്നിടം വരെ നമ്മൾ അവരുടെ ചുറ്റുമുണ്ടാകണം. എന്ത് ചെയ്താലും നമ്മൾ ശ്രദ്ധിക്കണം, അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുള്ളതാണ്. ഇപ്പോഴത്തെ അമ്മമാർക്ക് എന്താണ് ശ്രദ്ധക്കുറവെന്ന് അറിയത്തില്ല. ഈ കുഞ്ഞിനെ എവിടെയെങ്കിലും ഏൽപ്പിച്ചിട്ട് പോയതുകൊണ്ട് സംഭവിച്ചോ എന്ന് അറിയത്തില്ല. എന്ത് തന്നെ ആയിരുന്നാലും ശ്രദ്ധക്കുറവ് ഒന്നുകൊണ്ടാണ് ആ കുട്ടിക്ക് ഇങ്ങനെ ഒരു അപകടം വന്നിട്ടുള്ളത്. അവൻ കരഞ്ഞിട്ടുണ്ടാകും, ചവിട്ടി താത്തു എന്നൊക്കെ പറയുമ്പോൾ എത്രത്തോളം ക്രൂവലിറ്റിയാണ് ആ കുട്ടിക്ക് നേരെ അവൻ നടത്തിയിട്ടുള്ളതെന്ന് ഓർത്ത് നോക്കുക. പിന്നെ നിയമം അത് വെറുതെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പം ഇത്രയും കേസും വഴക്കും ഒക്കെ ഉള്ള ഇവനെ പറ്റി പബ്ലിക്കിൽ ഒരു ഒപ്പീനിയൻ ഉണ്ടാവുമല്ലോ. എന്നിട്ടും അത് മനസ്സിലാക്കാതെ വീണ്ടും കുട്ടി അവൻ്റെ ഒപ്പം കളിക്കാൻ വിട്ട ആ പേരൻസിന് ഇരിക്കട്ടെ കുതിരപ്പവനെന്നേ പറയാനുള്ളൂ. തീർച്ചയായിട്ടും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതൊരു അവയർനെസ് ആയിട്ട് തന്നെ എടുക്കുക. വെക്കേഷൻ ടൈം ആയതുകൊണ്ട് കുഞ്ഞുങ്ങളൊക്കെ വളരെ വളരെ ബുദ്ധിമുട്ടിക്കും. ഇപ്പം എൻ്റെ വീട്ടിലും അതേ അവസ്ഥയാണ്. വലിയ കുഞ്ഞാണെങ്കിൽ പോലും അവനും കളിക്കാൻ പോകണം, അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം എന്നൊക്കെ പറയാൻ എന്നെ റെസ്ട്രിക്റ്റ് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. അതിനകത്തൊന്നും ഒരു മടിയും കാണിക്കരുത്. കാരണം നമ്മുടെ കുഞ്ഞുങ്ങളാണ്. എന്ത് തെറ്റാ പോയി ചെയ്യുന്നത് നമുക്ക് അറിയാനൊക്കത്തില്ല. നമ്മളതിൻ്റെ ഉത്തരം പറയേണ്ടി വരും. മാത്രമല്ല നമുക്കത് സഹിക്കേണ്ടിയും വരും എന്തെങ്കിലും വശപ്പിശകുകൾ നടന്നാൽ. അപ്പോൾ പൊടിമക്കളുള്ള എല്ലാ വീട്ടിലെ അമ്മമാരും പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത്തരത്തിലുള്ള വൃത്തികെട്ടവന്മാർ നമുക്ക് ചുറ്റും നടക്കുകയാണ് നമ്മുടെ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഇതുപോലുള്ള വത്സലത്തരങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട്. അവനിക്ക് ഒരു അല്പനേരത്തെ സുഖം മാത്രമാണത്, പക്ഷെ നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മുടെ കുഞ്ഞാണ്. ഇത്തരത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന കുട്ടികൾ ജീവിതത്തിലുടനീളം ആ തെറോമയിൽ തന്നെ ഉണ്ടാകും. അവരതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ വലിയ പാടാണ്. ഇനി അഥവാ അങ്ങനെയൊന്നും ഉണ്ടായി കുഞ്ഞ് മറ്റപകടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല എങ്കിൽ ഉടനെ തന്നെ കൗൺസിലിങ്ങിന് കൊണ്ടുപോവുകയും അവനെ ചേർത്ത് പിടിക്കുകയും വേണം. വല്ലാത്തൊരു ഭയപ്പാടാണ് അതിനകത്തുള്ളത്. അതിൽ ഞാൻ പറഞ്ഞില്ല, ലിംഗ വ്യത്യാസമില്ല. ആണിന് സംഭവിച്ചാലും പെണ്ണിന് സംഭവിച്ചാലും ഈക്വലായിട്ട് ബാധിക്കപ്പെടുന്ന ഒരു വിഷയമാണ്. നമ്മളെ ഒരു പൊരുളായി കാണുന്ന ഒരു ടേമാണിത്. നമ്മുടെ സമ്മതമില്ലാതെ നമ്മളെ സെക്സിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് നമ്മളെ മാനസികമായിട്ട് ഭയങ്കരമായിട്ട് തകർക്കും. ആ ഒരു തകർച്ച ആ കുട്ടിക്കുണ്ടാകും. അത് ഇന്ന് റിക്കവർ ചെയ്യാൻ നമ്മളൊപ്പം നിൽക്കണമെന്നാണ്. ഒരു കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകാതിരിക്കട്ടെ. വെക്കേഷൻ ടൈം ആയതുകൊണ്ടാണ് റിപ്പീറ്റഡ്ലി പറയുന്നത്, കുഞ്ഞുങ്ങളെ വളരെ ശ്രദ്ധയോടുകൂടി നോക്കണം. അത്രയ്ക്കും കെയർഫുള്ളായിട്ട് ഇരിക്കേണ്ട ഒരവസ്ഥയുണ്ട്. ഇല്ല എങ്കിൽ ഒന്നുമില്ല, ഇതുപോലുള്ള നഷ്ടം വരുമ്പോൾ താങ്ങാൻ പറ്റിയെന്ന് വരത്തില്ല എന്നുള്ളതേ ഉള്ളൂ. അപ്പം വളരെ കെയർ ചെയ്യുക. പ്രത്യേകിച്ച് പിന്നെ വീട്ടിൽ ആരെങ്കിലും ഇല്ല വെച്ചാൽ ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും ഏൽപ്പിക്കുകയോ എവിടെയെങ്കിലും മാറ്റി നിർത്തുകയോ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അയൽവക്കത്തെ ആയാലും അല്ലെങ്കിൽ ഇതുപോലെ കേസും കഞ്ചാവും ഒക്കെ അടിച്ചിടുന്നവന്മാരുടെ അടുത്തുനിന്ന് ഒരു കെയർഫുള്ളായിട്ട് ഇരിക്കാൻ കുട്ടികളെ ഉപദേശിച്ചു കൊടുക്കുകയും വേണം. ഒരു കാരണവശാലും അവരെ പുറത്തേക്ക് വിടരുത്. വിത്തൗട്ട് നമ്മളുടെ കണ്ണെത്താത്തടുത്ത് കുഞ്ഞുങ്ങളെ പുറത്തേക്ക് വിടരുത്. ഈ 6 വയസ്സുള്ള പൊടി പൈതലിൽ അവൻ എന്ത് കണ്ടു എന്ന് എനിക്കറിയില്ല. ഭയങ്കര സങ്കടം തോന്നി കണ്ടപ്പോൾ. ആ വിഷമം ഞാനിവിടെ പങ്കുവയ്ക്കുന്നു എന്നതിന്. നമുക്കിതൊക്കെ വിഷമിക്കാനല്ല വേറെ എന്ത് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ നിസ്സാരമായിട്ട് തെളിവില്ല, സാക്ഷിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൻ ഈസി ആയിട്ട് ഊരിപ്പോരും. കാരണം അവൻ ഓടിപ്പോണതേ ഉള്ളൂ. അവൻ കുറ്റം സമ്മതിച്ചിട്ടുണ്ടെങ്കിലും കോടതിയിൽ അവൻ കുറ്റം സമ്മതിക്കുന്നില്ല എങ്കിൽ അവനെ ശിക്ഷിക്കാനുള്ള വകുപ്പില്ല. ക്ലിയർ എവിഡൻസ് വേണം, വിറ്റ്നസ് ഇല്ല. കുട്ടി അവിടെ വെള്ളത്തിൽ വീണു മരണപ്പെട്ടു, നെക്കി പിടിച്ചിട്ടാണോ എന്നല്ലല്ലോ, വെള്ളം കയറിയില്ലേ വലിച്ചിരിക്കുന്നത്. അപ്പം ഇതൊക്കെ കൊണ്ട് തന്നെ അവന് ഒരിക്കലും അവന് പണിഷ്മെൻറ്റ് കിട്ടാൻ ചാൻസ് വളരെ കുറവാണ്. പോക്സോ കേസ് ആയതുകൊണ്ട് കുറച്ച് ദിവസം അകത്ത് കിടക്കും എന്നതിനപ്പുറം ഒന്നുമില്ല. കുറച്ച് കഴിയുമ്പോൾ അവ അവിടെ കൂടെ ഇറങ്ങി നടക്കുന്നത് കാണാം. ഇത്തരം ക്രിമിനലുകളെ നമ്മൾ സൊസൈറ്റിയിൽ നിന്ന് നീക്കി നിർത്തണം. എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ നാട്ടുകാരുടെ രീതി തന്നെയാണ് കറക്റ്റ്. അവനെ ഇനിയും കയറൂരി വിട്ടാൽ അവൻ ഇനി അടുത്ത കുട്ടിയിൽ ഈ സുഖം കണ്ടെത്താൻ ശ്രമിക്കും. അത് ആ കുഞ്ഞിൻ്റെ ജീവൻ അപകടത്തിലാക്കും.
എന്നുള്ള സംശയമേ വേണ്ട. അവന് സാധിക്കാത്തത് വീട്ടിൽ പോയി പറഞ്ഞു കൊടുക്കും എന്നുള്ള ഭയം കൊണ്ട് അവൻ ചെയ്ത് ചെയ്ത്തെന്ന് ഓർത്ത് നോക്കും. ഒരുപക്ഷെ അങ്ങനെ കുട്ടി പറഞ്ഞാലും പോയൊരു മാപ്പ് പറഞ്ഞാലും മറ്റോ തീർക്കാവുന്ന പ്രശ്നമായിരുന്നല്ലോ. ആ കുഞ്ഞിൻ്റെ ജീവൻ എടുക്കേണ്ട കാര്യമുണ്ടായിരുന്നു. അവൻ അത്രത്തോളം ക്രൂവൽ മെൻറ്റാലിറ്റി അവൻ്റെ ഉള്ളിലുള്ളത് കൊണ്ടാണ് അവൻ അങ്ങനെ ചെയ്തത്. പെട്ടെന്ന് തോന്നിപ്പോയ ഒരു വികാര തള്ളിച്ച കൊണ്ട് ചെയ്തതല്ല എന്ന് മനസ്സിലായില്ലേ. നിരന്തരമായി ആ കുട്ടിയെ ഉപയോഗിച്ചിരുന്നോ എന്നും അറിയത്തില്ല. ഏതായാലും വല്ലാത്ത ദാരുണ സംഭവമായി പോയി. 6 വയസ്സുകാരൻ മുത്തുപോലത്തെ കുഞ്ഞിനെ പോയി നഷ്ടപ്പെട്ട അമ്മയ്ക്കും അച്ഛനിക്കും അത് സഹിക്കാനുള്ള മനക്കരുത്തുണ്ടാകട്ടെ. താങ്ക് യു.